ഞാൻ കോൺഗ്രസ്സുകാരനായിട്ട് ജനിച്ച ഒരാളാണ്. കോൺഗ്രസ്സുകാരനായിട്ട് 6ാം ക്ലാസ്സിൽ തുടങ്ങിയുള്ള പ്രചരണമാണ്. അതിപ്പോ ഇന്നും തുടരുന്നു. ഈ അടുത്ത സുഹൃത്താണ് രമേശ് പിഷാരടി, പാലക്കാട് മത്സരിക്കുന്നുണ്ട്. എങ്ങനെ കാണുന്നു? രമേശ് ജയിക്കും. അവിടെ തീർച്ചയായിട്ടും രമേശ് വൻ ഭൂരിപക്ഷത്തോടുകൂടി പാലക്കാട് ജയിക്കും. പോസിറ്റീവാണ്. നമ്മൾ ഭരണം പിടിക്കും. UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കൊല്ലത്ത് പ്രചരണത്തിനെത്തിയിരിക്കുകയാണ് സിനിമാ താരമായിട്ടുള്ള സലീം കുമാർ. കൊല്ലത്തും അങ്ങനെ പ്രചരണത്തിൽ സജീവമാവുകയാണ്. രാവിലെ പരിപാടികളുണ്ടായിരുന്നു, ഇന്നിപ്പോൾ റോഡ് ഷോകളിലൊക്കെ സജീവമാവുകയാണ്. എങ്ങനെയുണ്ട് കൊല്ലത്തെ ഒരു രീതി കണ്ടിട്ട്? കൊല്ലം UDFന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് ഉണ്ട്. തീർച്ചയായിട്ടും ഈ ആളുകളുടെ ഒരു പ്രതികരണം രാവിലത്തെ പരിപാടിയിലൊക്കെ വളരെ ഇതായിരുന്നു, വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമായിരുന്നു. രാവിലെ കരുനാഗപ്പള്ളി അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു ഞാൻ പോയിരുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളായിരുന്നു. ഇപ്പോൾ ഈ കൊട്ടാരക്കരയിലെ സ്ഥാനാർത്ഥിയാണെങ്കിൽ തന്നെ CPMന്റെ 15 വർഷം MLA ആയിരുന്ന ആളാണ് UDFലേക്ക് വന്ന് വീണ്ടും മത്സരിക്കുന്നത്. അതെ, അത് ഒരുപാട് പേര് ഇപ്പോ ഈ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അതൊരു കാറ്റാണ്. മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റാണല്ലോ ചലനങ്ങൾ ഉണ്ടാക്കുന്ന, ഏത് സൈഡിലേക്കാണെന്ന് വെച്ചാൽ. അപ്പോ ഒരുപാട് പേര് ഇപ്പൊ കണ്ണൂർ തുടങ്ങി, ഇപ്പൊ ആലപ്പുഴ, കൊട്ടാരക്കര തുടങ്ങി ഒരുപാട് പേര് CPMൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഐഷ പോറ്റി വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ വിജയം നേടും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഈ ഒരുപക്ഷെ UDFന് വേണ്ടിയൊക്കെ പ്രചരണത്തിനിറങ്ങാനായിട്ട് ചലച്ചിത്ര താരങ്ങൾ പലപ്പോഴും മടിക്കാറുണ്ട്. അങ്ങനെ ഒരു മടിയുമില്ല. ഞാൻ കോൺഗ്രസ്സുകാരനായിട്ട് ജനിച്ച ഒരാളാണ്. കോൺഗ്രസ്സുകാരനായിട്ട് 6ാം ക്ലാസ്സിൽ തുടങ്ങിയുള്ള പ്രചരണമാണ്. അതിപ്പോ ഇന്നും തുടരുന്നു. ഈ അടുത്ത സുഹൃത്താണ് രമേശ് പിഷാരടി, പാലക്കാട് മത്സരിക്കുന്നുണ്ട്. എങ്ങനെ കാണുന്നു? രമേശ് ജയിക്കും. അവിടെ തീർച്ചയായിട്ടും രമേശ് വൻ ഭൂരിപക്ഷത്തോടുകൂടി പാലക്കാട് ജയിക്കും. പോസിറ്റീവാണ്. നമ്മൾ ഭരണം പിടിക്കും. അപ്പോൾ UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കൊല്ലത്ത് മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ സജീവമാവുകയാണ് ചലച്ചിത്ര താരം സലീം കുമാർ. എന്തായാലും ഇത്തവണ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാക്കുന്നത്. ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.